ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ജനുവരി 11 വിശുദ്ധ എഥേനയ. എയ്ത്തനെ എന്നും അവരെ വിളിക്കാറുണ്ട്. എയ്ത്തനെ, എഥനേയ അങ്ങനെ പലതരത്തിൽ അവരുടെ പേര് വിളിക്കുക, അങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അയർലൻഡിലെ ലിയോഗേർ രാജാവിൻ്റെ മകളായിരുന്നു ഈ എഥനേയ. അയർലൻഡിലെ കിങ് ലയോഗെയർ, അങ്ങനെയുള്ള ഒരു രാജാവിൻ്റെ പേരാണത്, ലിയോഗെയർ. ആ ലിയോഗെയർ രാജാവിൻ്റെ മകളാണ്. വേറൊരു വിശുദ്ധിയുണ്ട് കത്തോലിക്ക സഭയിൽ, ഫെദലെമിയ, സെയിൻറ്റ് ഫെദലെമിയ. ആ വിശുദ്ധയുടെ സഹോദരിയാണ് ഈ എഥനേയ. ഇവർ രണ്ടുപേരും, ഈ എഥനേയയും ഫെദലെമിയയും, വിശുദ്ധ പാട്രിക്കിനെ കാണാൻ പോയി. അവിടെ ഒരു ഹ്ലെബാഗ് ഉറവ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ടാണ് ഈ വിശുദ്ധ പാട്രിക്കിനെ കാണാൻ പോയത്. വിശുദ്ധ പാട്രിക്കിനെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടു, വിശ്വാസത്തെക്കുറിച്ച് അറിഞ്ഞു, ക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും ക്രിസ്തുധർമ്മം സ്വീകരിച്ചു. അവർ മാമോദിസം മുക്കി, പിന്നെ ആദ്യ കുർബാന സ്വീകരിച്ചു. അങ്ങനെ അവർ ജീവിച്ചു. അതായത് ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ ജീവിച്ചു. ഇവരെക്കുറിച്ച്, രണ്ടുപേരെക്കുറിച്ചും പറയുന്നത് ഈ സ്നേഹത്തിൻ്റെ അതീന്ദ്രിയ ഭാവത്തിൽ അവർ മരിച്ചു പോയെന്നാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹം ഒരു അതീന്ദ്രിയ ഭാവം വഹിച്ചു, ഒരു എക്സ്റ്റസി, ഒരു ട്രാൻസ് എക്സ്പീരിയൻസ് പറയില്ലേ. പൗലോസ് പറയുന്നില്ലേ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം, അത് ശരീരത്തോടു കൂടിയാണോ ശരീരം കൂടാതെയാണോ, മൂന്നാം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, അത് പറുദീസയായിരുന്നു, കണ്ണ് കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, മനുഷ്യഹൃദയം അനുഭവിച്ചറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു അനുഭവത്തിലേക്ക് ഈ രണ്ട് സ്ത്രീകളും സ്നേഹത്തിൻ്റെ ഒരു അതീന്ദ്രിയ ഭാവത്തിലേക്ക് പ്രവേശിച്ച് ആ സ്നേഹം കൂടിക്കൂടി മരിച്ചു പോയെന്നാണ് പറയണേ. എന്ന് വെച്ചാൽ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണത. അതുകൊണ്ട് തന്നെ പൗരാണിക കാലത്ത് തന്നെ അവരുടെ കുഴിമാടത്തിന് മുകളിൽ ഒരു ബസലിക്ക അല്ലെങ്കിൽ ഒരു പൗരാണിക പള്ളി പണിയപ്പെട്ടു. ഇവർ മരിച്ചത് ക്രിസ്തുവർഷം 433 433. ഇപ്പോൾ അയർലൻഡിലെ അർമാഗ് കത്തീഡ്രലാണ് ഇവരുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിശുദ്ധ പാട്രിക്, ആ പാട്രിക്കിനെ കാണാൻ പോയ രണ്ട് സഹോദരിമാർ, അവർ ക്രിസ്തു ധർമ്മം സ്വീകരിച്ചു, മാമോദിസം സ്വീകരിച്ചു, ആദ്യ കുർബാന സ്വീകരിച്ചു, കർത്താവുമായിട്ട് പ്രണയത്തിലായി. ആ പ്രണയത്തിൻ്റെ അത്യുന്നതയിൽ അവർ മരിച്ചുപോയി. ഇപ്പോൾ അത് അവർ ആ മണവാളൻ്റെ കൂടെ എപ്പോഴും ആയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അയർലൻഡിലെ സഭയെ സഹായിക്കാൻ അവർ സഹായിക്കും. അവരുടെ പ്രാർത്ഥനകൾ ദൈവത്തിന് മുമ്പിൽ പോകുന്നുണ്ടാകും, ഉയരുന്നുണ്ടാകും. എപ്പോഴാണ് ദൈവത്തിന് മറുപടി കൊടുക്കുക? അത് ഈ രക്തസാക്ഷികളുടെ ആത്മാക്കൾ ചോദിച്ചില്ലേ, എപ്പോഴാണ് നീ നീതി ഞങ്ങൾക്ക് നടത്തി തരുമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ കാത്തിരിക്കി, ഞാനൊരു കൃത്യം എണ്ണം വെച്ചിട്ടുണ്ട്, ഇത്തരം രക്തസാക്ഷികളാകുമ്പോൾ, ഇത്തരം വിശുദ്ധരാകുമ്പോൾ ഞാൻ പ്രവർത്തിക്കുമെന്ന് ഞാനൊരു എണ്ണം വെച്ചിട്ടുണ്ട്, ആ എണ്ണമാകട്ടെ എന്നാണ് കർത്താവ് മറുപടി കൊടുത്തത്. വെളിപാട് പുസ്തകം 6-ാമത്തെ അധ്യായം 9 മുതൽ 13 വരെ വാക്യങ്ങളിൽ. അപ്പോൾ ഈ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നു. ദൈവം നിശ്ചയിച്ച എണ്ണമാകുമ്പോൾ ദൈവം അത് പ്രവർത്തിക്കും. നമുക്കതുകൊണ്ട് വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കാം, നമുക്ക് വിശുദ്ധരായി ജീവിക്കാം, മറ്റുള്ളവർ വിശുദ്ധിയിലേക്ക് നയിക്കാനും ഈ എല്ലാവരെയും കർത്താവിലേക്ക് നയിക്കാനുമുള്ള ഒരു തീക്ഷ്ണതയിൽ, സ്നേഹത്തിൻ്റെ അതീന്ദ്രിയ ഭാവത്തിൽ, സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.